അപ്പോൾ ആദ്യ ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തപ്പെട്ട സ്കൂൾ കായിക മേള ഈ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ റെക്കോർഡാണ് ഈ രണ്ട് സ്കൂളിനും കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ചരിത്രം രേഖപ്പെടുത്തുന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പാർട്ട്മെൻറ്റ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഇനിയിപ്പോൾ ജില്ലാ മേള നടക്കണം, സംസ്ഥാന മേള നടന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ യുവജനോത്സവം നടക്കാൻ പോകുന്നു, പ്രവൃത്തി പരിചയപഠനം നടക്കാൻ പോകുന്നു, ശാസ്ത്രമേള നടക്കാൻ പോകുന്നു. അവിടെയെല്ലാം ഇങ്ങനെ ഏതെങ്കിലും 2-3 സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ സംഘടിച്ച് പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയില്ല. ഇവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വെറും 107 കുട്ടികളാണ് ഈ ഗ്രൗണ്ടിൽ ഈ 10,000-ഓളം വരുന്ന ആൾക്കാർ. അവരെല്ലാം നോക്കി നിൽക്കുകയാണ്. തങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടിയിലാണെന്നുള്ള ഒരു പരിഗണന പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യം അല്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുക. ഇതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഗൗരവമായിട്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കുന്നുണ്ട്. മാർ ബസേരി സ്കൂളിലെ മാനേജ്മെൻറ്റ് വികാരി ഫാദർ ജോസ് വിളിച്ചിരുന്നു. സ്കൂൾ മാനേജ്മെൻറ്റ് അറിവോട് കൂടിയല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും പ്രശ്നം ഉണ്ടാക്കിയ ടീച്ചറിന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ഉണ്ടായ പ്രശ്നത്തിൽ നിരുപാധികം മാപ്പ് ചോദിക്കുന്നതായും അറിയിച്ചിട്ടുണ്ട്. മന്ത്രിയോട് സംസാരിക്കുന്നതിന് വേണ്ടി എൻ്റെ ഓഫീസിൽ സമയം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ MLA നമ്മുടെ അതെ കലാമത്സരമായിരുന്നാലും കായിക മത്സരമായിരുന്നാലും നിയമം പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ശരി, അത് ഏതെങ്കിലും രൂപത്തിലൊരു നിയമലംഘനം ഉണ്ടായാൽ അത് ഒരു തിണ്ണമിട് കാണിച്ചില്ല അതിന് നേരിടേണ്ടത്. നിയമാനുസരണമുള്ള മാർഗത്തിലൂടെ നേരിടണം. അതാണ് ഒരു അച്ചടക്കം എന്ന് പറയുന്നത്. ഇത് കായിക താരങ്ങൾ അവിടെ കായിക മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് എടുത്ത ഓത്തിന് എതിരാണല്ലോ ഈ കാണിച്ച കാര്യങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ.